ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണിയും മകീരം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ ഇടവം രാശിക്കാർക്ക് ലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ 4-ാം ഭാവത്തിൽ വ്യാഴനോടും ചൊവ്വയോടും കൂടി നിൽക്കുന്നു. 5-ാം ഭാവത്തിൽ ബുധരാഹുക്കളും ഒപ്പം സൂര്യനും. അതിനുമേൽ ഒക്ടോബർ 18 മേൽ സൂര്യൻ പൊതുവെ 6-ാം ഭാവത്തിലോട്ടും 7-ലായിട്ട് ശനിയും 11-ാം ഭാവത്തിൽ കേതുവുമാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ഗുണദോഷ മിശ്രത്തിൽ ദോഷാധിക്യം അനുഭവമാകുന്നൊരു മാസമാണിത്. ശിരോരോഗങ്ങൾ, ഉദരരോഗങ്ങൾ, അലസത എന്നിവ വർദ്ധിച്ചേക്കാൻ സാധ്യത പൊതുവെ കാണുന്നുണ്ട്. അപ്രതീക്ഷിതമായി ദുഷ്കീർത്തികളും ഉണ്ടാകാം. പൊതുവെ കഠിനമായിരിക്കുന്ന പരിശ്രമങ്ങൾ വഴിയാണ് ഈ മാസം എല്ലാ കാര്യങ്ങളും സാഫല്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. പുതിയ വാഹനലബ്ധി ഉണ്ടാകുമെങ്കിൽ കൂടിയിട്ട് വളരെയധികം ജാഗ്രത വേണ്ടതാണ്. കാരണം പലപ്പോഴും അശ്രദ്ധകൾ മൂലമുണ്ടാകുന്നതായിരിക്കുന്ന തടസ്സങ്ങൾ വന്നു ചേരുവാൻ ഇട പൊതുവെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ഗുണപ്രദമല്ലാത്തൊരു സമയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദുർവ്യയങ്ങളും അലസത മൂലം കാര്യങ്ങളിൽ തടസ്സങ്ങളും അനുഭവപ്പെടും. പൊതുവെ ഉന്നത വിദ്യാഭ്യാസപരമായിരിക്കുന്ന കാര്യത്തിൽ പൊതുവെ ഒരു ചെറിയൊരു മടികളും കാര്യങ്ങളെല്ലാം തന്നെ പൊതുവെ വന്നു ചേരുവാനിടയുണ്ട്. വ്യാപാരികള്, വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന വ്യക്തികൾ എന്നിവർക്ക് ശത്രുശല്യങ്ങൾ മൂലം സ്വസ്ഥത കുറവുകൾ ഉണ്ടാക്കും. പൊതുവെ സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യം ലഭ്യമാകുവാനുള്ളതായിരിക്കുന്ന ഒരു ഇട കാണുന്നുണ്ട്. ധാർമ്മിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുവാനും സാധിക്കും. പുണ്യസ്ഥല ക്ഷേത്ര ദർശന ഭാഗ്യത്തിനും ഇടയുണ്ട്. അതുവഴി മനസ്സിന് സ്വസ്ഥതയും ഉണ്ടാകും. സന്താനങ്ങളുടെ കാര്യത്തിൽ പൊതുവെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സൗകര്യപ്രദമായിരിക്കുന്ന സ്ഥലത്തിലേക്ക് താമസം മാറുവാൻ പൊതുവെ സാധിച്ചേക്കും. സഹോദര സ്ഥാനീയർക്ക് അത്ര കണ്ട് ഗുണപ്രദമല്ല. പൊതുവെ മൂത്ത സഹോദരങ്ങൾക്ക് രോഗാദി ക്ലേശങ്ങൾ അനുഭവമാകുവാൻ പൊതുവെ സാധ്യത കാണുന്നുണ്ട്. കുറച്ചൊരു ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന സമയമായതിനാൽ തന്നെ പഞ്ചാക്ഷര മന്ത്രം ഓം നമഃശിവായ എന്ന മന്ത്രം പതിവായി ജപിക്കുന്നതും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശിവങ്കിൽ കൂവളമാല വഴിപാട് നടത്തി വരുന്നതും ദോഷ പരിഹാരമായി അനുഷ്ഠിക്കാവുന്നതാണ്. ഇടവം രാശി. കാർത്തിക നക്ഷത്രത്തിന്റെ അവസാന